അങ്ങനെ നമ്മുടെ ചന്ദ്രാലയത്തിലാണെങ്കിൽ ചന്ദ്രമതിക്ക് ഒരു രക്ഷയില്ല. ചന്ദ്രമതി ഭയങ്കര കരച്ചിലാണ്. ചന്ദ്രമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അതിന് തക്കതായ ഒരു കാരണം ഉണ്ട്. അത് അവിടെ നടന്നിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ചന്ദ്രമതി കരയുന്നത്. പക്ഷേ സുധി അമ്മയോട് പറയണം, അമ്മ കരയണ്ട, അമ്മയ്ക്കിത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അമ്മ ഒന്നും മിണ്ടാതിരിക്കുക, അമ്മ എന്നാ അകത്തെ അങ്ങനെ പോയി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുധി നമ്മുടെ അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ചന്ദ്ര കരഞ്ഞത് എന്നൊക്കെ അറിയാൻ നിങ്ങൾക്കും താല്പര്യം ഉണ്ടാവുന്നില്ലേ? അതേക്കുറിച്ചൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകേണ്ടി വരും. പക്ഷേ അതിന് മുമ്പായിട്ടൊരു കാര്യം നിങ്ങളോട് പറഞ്ഞേക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. നമ്മുടെ സച്ചി രേവതിയുടെ അടുത്ത് അടുക്കളയിൽ വന്ന് നിന്നിട്ട് പറയുകയാണ്, എൻ്റെ രേവതി, ഞാൻ അമ്മ കേട്ടപ്പോഴത്തേക്ക് ഞാൻ വെറുതെ അവർ കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിൻ്റെ വീട്ടിലൊന്നും പോയി ഞാൻ ആരെയും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നീ ഒരു കാര്യം ചെയ്, നീ പോയി അവരെയൊക്കെ വിളിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയാണ്, അത് ശരിയല്ലല്ലോ, നമ്മൾ രണ്ടുപേരും ചേർന്ന് വിളിക്കുന്നതല്ലേ അതിൻ്റെ മര്യാദ, നമ്മുടെ രണ്ടുപേരുടെയും കൂടിയുള്ള ഒരു കാര്യമല്ലേ എന്നിങ്ങനെ രേവതി പറയുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, നിനക്ക് നിർബന്ധമാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഭരണവും വസ്ത്രമൊക്കെ വാങ്ങിക്കാൻ പോകൂലേ, അപ്പോൾ നമുക്ക് പോവാം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ സച്ചി. അപ്പോൾ രേവതി പറയുകയാണ്, അങ്ങനെ മതി എന്ന് പറയുകയാണ്. അതിനുശേഷം സച്ചി രേവതിയോട് പറയുകയാണ്, നീ അമ്മ എന്തെങ്കിലും പറയുമ്പോൾ അതിനൊത്ത് നീ അങ്ങ് നിന്ന് കൊടുക്കരുത്. അവർ പറയുന്നതില്ല അനുസരിക്കാൻ തുടങ്ങിയാലേ പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ തന്നെ ആയിരിക്കും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം എന്ന് തന്നെ നമ്മുടെ സച്ചി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് രേവതിക്ക്. അതിനുശേഷം നമ്മുടെ സച്ചി രേവതിയുടെ അടുത്ത് നിന്ന് പോവുകയാണ്. തിരിഞ്ഞു നോക്കിയാണ് നമ്മുടെ സച്ചി നടന്നു പോകുന്നത്. രേവതിയും അതുപോലെ തന്നെയാണ്. അവിടെ നിന്നിട്ട് രേവതി പല പല കാര്യങ്ങളും ചിന്തിക്കുകയാണ്. സച്ചിയും രേവതിയും കൂടിയുള്ള ആ മുഹൂർത്തങ്ങളെക്കുറിച്ചൊക്കെ, അതായത് കുളത്തിൽ വീണപ്പോൾ രക്ഷിക്കുന്നത്, അതുപോലെ കാല് വയ്യാണ്ടാവുമ്പോൾ പച്ചിലമരം നിറച്ച് വെച്ച് കൊടുക്കുന്നത്, താങ്ങി എടുത്തുകൊണ്ട് പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതി ചിന്തിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി നേരെ ഫോൺ എടുത്തിട്ട് നമ്മുടെ ശ്രുതിയെ വിളിക്കുകയാണ്. ശ്രുതിയെ വിളിച്ചിട്ട് പറയണം, മോളെ ശ്രുതി, അമ്മ നിന്നെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? മോക്ക് സുഖം തന്നെയാണല്ലോ? അതെ അമ്മ, പാർലറിലൊക്കെ പോയിട്ട് വന്നിട്ട് അധികം നേരം ആയോ? എവിടാ നീ? അമ്മ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. ഇന്നത്തെ കച്ചവടവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? അവിടെ ഇന്ന് തിരക്കൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ തിരക്കാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ പിന്നെ നല്ല തിരക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ലാഭമൊക്കെ ഉള്ള ബിസിനസ് തന്നെയാണ് ഇപ്പോൾ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ രേവതി. അപ്പോൾ ആ സമയത്തിന് രേവതിയല്ല നമ്മുടെ ശ്രുതി. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതി പറയണം, മോളെ ഞാൻ നിന്നെ വിളിച്ചത് എന്താണെന്നറിയാമോ? മോള് നാളെ ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയണം. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്താ അമ്മേ നാളെ ഇപ്പം ഞാൻ അങ്ങോട്ട് വരുന്നത്? മോളെ, ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ പെണ്ണില്ലേ, ഇവിടുത്തെ ഇളയവൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന അവക്കുള്ള അവൻ്റെയും കൂടി താലികോർക്കൽ ചടങ്ങെന്ന് പറയുന്ന ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ മോള് വേണം അതിൽ ഗസ്റ്റായിട്ട് വരാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ ശ്രുതി പറയുവാണ്, പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ രാവിലെ വരാമേ, നാളെ രാവിലെ വരാം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണേ, വേണ്ട മോളെ, അങ്ങനെ രാവിലെ ഒന്നും വരേണ്ട കാര്യമൊന്നുമില്ല, മോള് സമയത്ത് വന്നാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയണം, അമ്മേ അവിടെ ജോലിയൊക്കെ കാണില്ലേ, ഞാൻ വന്ന് എന്തെങ്കിലുമൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാം എന്നിങ്ങനെ ശ്രുതി പറയുകയാണ്. അപ്പം നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, വേണ്ട മോളെ, നീ അങ്ങനെ ഇപ്പോൾ ഒന്നും ചെയ്യുമൊന്നും വേണ്ട, ഇവിടെ വന്ന് വെറുതെ ആൾ കാണിച്ചിട്ട് അങ്ങ് പോയാൽ മതി. ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ, ഈ ചടങ്ങ് വെറുതെ ഒരു അനാവശ്യ ചടങ്ങാണ്. ഞാൻ പറഞ്ഞതാണ് വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങനെ ചെയ്യാമെന്ന്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം, ഇപ്പം തന്നെ ഇത് നടത്തണമെന്ന്. അതുകൊണ്ടാണ് മോള് വന്ന് വെറുതെ ആൾ കാണിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി കോള് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്തിന് മീര വരികയാണ്. മീര വന്നിട്ട് ശ്രുതിയോട് പറയുകയാണ്, എന്താ ശ്രുതി, നിൻ്റെ അമ്മായിയമ്മയായിട്ടൊരു മണിയടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണേ, നാളെ അവിടെ ശ്രുതിയുടെ അനിയൻ്റെ താലികോർക്കൽ ചടങ്ങുണ്ടെന്ന്, അപ്പോൾ അതിന് ക്ഷണിച്ചതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയോട് നമ്മുടെ മീര പറയുകയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ അടുക്കളയിലേക്ക് വാ, നമുക്ക് രണ്ടുപേർക്കും ഭക്ഷണത്തിനുള്ളത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് കോളിംഗ് ബെല്ലടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയണം, അയ്യോ ചിലപ്പോൾ സുധി ആയിരിക്കുമോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, മീര പറയുകയാണ്, എന്തായാലും ഞാൻ ചെന്ന് വാതിൽ തുറക്കാം
തുറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മീര ചെന്ന് വാതിൽ തുറക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മയും മകനായ ആദിയും കൂടി വന്നിരിക്കുകയാണ്. ഇവരെ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങ് വലിഞ്ഞു മുറുകി. ശരിക്കും കറണ്ട് അടിച്ചതുപോലെ ആയിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയുടെ മുഖം. അപ്പോൾ ശ്രുതി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇവർ വരുന്നുള്ള കാര്യം. അപ്പോൾ ഉടനെ ശ്രുതി അമ്മയോട് ചോദിക്കണം, അമ്മ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അമ്മ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അതും ഒരു മുന്നറിയിപ്പില്ലാതെ. ദേ അമ്മയോട് ആരാ പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ? ശ്രുതി എങ്ങനും വരുമോ എന്തോ. വന്നു കഴിഞ്ഞാൽ ഇന്നുകൊണ്ട് എല്ലാം പൊളിയും. ഞാൻ ഇന്നാളെ പറഞ്ഞതല്ലേ അമ്മയോട് ഇങ്ങോട്ട് വരരുതെന്ന്. അപ്പോൾ മീര പറയണേ, എന്താ ശ്രുതി നീ ഇത്? അമ്മയും കുഞ്ഞും കൂടി വന്നതല്ലേ ഉള്ളൂ. വന്ന് കയറുന്നതിന് മുമ്പ് വീട്ടിൽ വരുന്നവരടുത്ത് ഇങ്ങനെയൊക്കെയാണോ നീ പെരുമാറേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണം, അതല്ല മീരെ, ഇവരെ കണ്ടു കഴിഞ്ഞാൽ ശ്രുതി ചോദിക്കും ഇവരെൻ്റെ ആരാണെന്നൊക്കെ ചോദിക്കും. പിന്നീട് ആകെ പ്രശ്നമാവും, എൻ്റെ ജീവിതം തന്നെ കോഞ്ഞാട്ടയാവും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മീര പറയുകയാണ്, എന്തായാലും അമ്മ വന്നതല്ലേ, അമ്മ അവിടേക്ക് ഇരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അമ്മ ഒരു കസേര വലിച്ചിട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദി വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതിയെ ഇങ്ങനെ കെട്ടി അങ്ങ് പിടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയും കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അവർ പരസ്പരം അമ്മയും മോനും കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ മീരയും കൂടി ഉണ്ട്. അപ്പോൾ ആ സമയത്തിന് ശ്രുതി പറയുകയാണ്, വിവാഹമൊക്കെ അടുത്തിരിക്കുന്ന സമയമാണിത്, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ വിവാഹം മുടങ്ങും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ആദ്യം ചോദിക്കുകയാണ്, ആർക്കാ അമ്മുമ്മേ കല്യാണം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശരിക്കും ശ്രുതി അങ്ങ് ഷോക്കാവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മീര പറയണം, മോനെ എനിക്കാണ്ടാ. മീര പറയുന്നതിന് മുമ്പ് ശ്രുതി ഇങ്ങനെ കണ്ണ് കാണിക്കുകയാണ് മീരയുടെ അടുത്ത്, അതായത് മീരയ്ക്കാണ് എന്ന് പറയാനായിട്ട്. അപ്പോൾ മീര കുട്ടിയോട് അതുപോലെ തന്നെ പറയണം, മോനെ ആൻറ്റിക്കാണ് വിവാഹം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ മീര അടുക്കളയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആദി കൂടെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ അമ്മയോട് നമ്മുടെ ശ്രുതി പറയുകയാണ്, അമ്മ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല, ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അമ്മ അഥവാ വരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് അമ്മ പറയണം, മോളെ വരണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ വിളിച്ച് പറഞ്ഞിട്ട് വന്നാൽ നീ ഇവിടെ നിൽക്കത്തില്ലല്ലോ, നീ വരാൻ സമ്മതിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം അമ്മ കയ്യിലിരുന്ന ഒരു പേഴ്സ് തുറന്നിട്ട് അതിൽ നിന്ന് ഒരു കെട്ട് നോട്ട് എടുത്ത് കൊടുക്കുകയാണ് ശ്രുതിക്ക്. മേടിച്ച മോളെ, ഇത് 50,000 രൂപയുണ്ട്, നീ പിടിക്ക് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ശ്രുതി പറയുകയാണ്, അമ്മയ്ക്ക് ഈ കാശ് എവിടെ നിന്ന് കിട്ടി? ഇതാര് തന്നതാ? അമ്മ ഇതാരെന്നെങ്കിലും കടം മേടിച്ചതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയുകയാണ്, മോളെ ഞാനിത് ആരെയും കടമൊന്നും മേടിച്ചതൊന്നുമല്ല, ഇത് നിൻ്റെ ഇളയമ്മ തന്നയച്ചതാണ് നിനക്ക് തരാനായിട്ട് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ആ പൈസ അങ്ങ് വാങ്ങിക്കുകയാണ്. അതിനുശേഷം അമ്മയോട് പറയാണ്, അമ്മേ ഇളയമ്മയോട് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് താങ്ക്സ് പറഞ്ഞെന്ന് പറഞ്ഞേക്കണം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ശ്രുതി പറയുകയാണ്, അമ്മേ പിന്നെ അമ്മയ്ക്ക് ഈ പൈസ കൊണ്ടുവരാനായിട്ടാണെങ്കിൽ എന്നോടൊരു വാക്ക് വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നു അമ്മേ, ഞാൻ കൊണ്ടുവരില്ലായിരുന്നു, ഞാൻ അങ്ങോട്ട് വന്ന് പൈസ മേടിക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് ശ്രുതി. അങ്ങനെ അതേ സമയമുണ്ടല്ലോ പിന്നീട് നമ്മുടെ ചന്ദ്രാലയമാണ് കാണിക്കുന്നത്. നമ്മുടെ സച്ചി ഇങ്ങനെ മുറ്റത്തിറങ്ങിയെന്ന് രാത്രിയാണേ, ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ രേവതി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ സച്ചി ശരി എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ അങ്ങ് വെക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കണം, ആരോടാ ഈ രാത്രിയിൽ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ സച്ചി പറയണം, അതെൻ്റെ ഒരു ഫ്രണ്ടിനോട്. പിന്നെന്താ ഒരു കള്ളലക്ഷണം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ സച്ചി പറയണം, എൻ്റെ രേവതി കള്ളലക്ഷണമൊന്നുമല്ല, ആ കഞ്ചാവ് കേസിലെ പ്രതി അന്വേഷിച്ചിട്ടുള്ള യാത്രയിലായിരുന്നു ഞാൻ. പക്ഷേ അവൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയെങ്കിലും അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതിയുടെ മുഖവും കനക്കുകയാണ് സങ്കടം കൊണ്ടിട്ട്. അപ്പോൾ സച്ചി ചോദിക്കണം, നീ എന്തിനാണ് വിഷമിക്കുന്നത്? അത് എനിക്ക് അറിയണം എന്നുള്ളത് എൻ്റെ ഒരു ആശയമായിരുന്നു. നിങ്ങളല്ലേ പറഞ്ഞത് അന്നത്തോടുകൂടി ആ കേസൊക്കെ വിട്ടെന്ന്. പിന്നെന്താ? അത് ഞാൻ നിന്നോട് അങ്ങനെ പറയുകയൊക്കെ ചെയ്തു, പക്ഷേ എനിക്കതങ്ങനെ വിടാൻ പറ്റില്ല. ഇനി ആരൊക്കെ പറഞ്ഞാലും, ഇനി ഈ ലോകത്ത് ആര് വന്ന് പറഞ്ഞാലും ഞാൻ ആ കേസ് വെറുതെ വിടില്ല. കാരണം ആ കേസ് വഴി ഞാൻ ഒരുപാട് മാനസികമായിട്ട് വേദന അനുഭവിച്ചു. ഇന്ന് ഞാൻ കടക്കാരനായി, എൻ്റെ വണ്ടി പോലും എൻ്റെ കയ്യിലില്ലാത്ത സാഹചര്യം വന്നു. പിന്നെ അന്ന് ആ സംഭവം നടന്ന സ്ഥലമല്ലേ, അവന്മാർ മയക്കുമരുന്ന് അതായത് കഞ്ചാവ് വണ്ടിയിൽ വെച്ച ആ സ്ഥലം അന്വേഷിച്ച് ഞാൻ പോയിരുന്നു. പക്ഷേ അവിടെ CC ക്യാമറ ഉണ്ടെന്ന് എനിക്കറിയാൻ സാധിച്ചു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയണ, അവിടെ CC ക്യാമറ അവിടെ അതൊന്നും കാണില്ല, നീയാണോ തീരുമാനിക്കുന്നത്, നീ എന്താ അവിടെ പോയിട്ടുണ്ടോ? പിന്നെ അന്വേഷിച്ചപ്പോൾ അത് കേടാണെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ ഉടനെ രേവതി പറയണം, കേടാണെന്ന് പറഞ്ഞെങ്കിൽ അത് സത്യമായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയണം, അല്ല അതൊക്കെ നിനക്കെങ്ങനെ അറിയാം? നിന്നോട് പറഞ്ഞിട്ടാണ്
എന്നിട്ടാണോ അവർ ക്യാമറ കേടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണം, ആ അതൊക്കെ നീ വിട്ടേരെ, ഇത് നീ എനിക്ക് വിട്ടേരെ, ഈ ഒരു കേസെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ വിടില്ല, ഇനി ആരൊക്കെ പറഞ്ഞാലും ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞ് നീ നിൻ്റെ സമാധാനം ഇല്ലാണ്ടാക്കണ്ട, കാരണം നാളെ നിൻ്റെ താലി കോർക്കൽ ചടങ്ങാണ്, അപ്പോൾ അതിൻ്റെ ഉള്ള ആ ഒരു ത്രില്ലിൽ നീ സന്തോഷത്തിൽ നിന്നോ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ്. പക്ഷേ അങ്ങനെ സച്ചി പറഞ്ഞിട്ട് അകത്തേക്ക് പോയെങ്കിലും ഭയങ്കര ടെൻഷനിലാണ്. നമ്മുടെ രേവതിക്ക് നല്ല സങ്കടമായിട്ടിരിക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ വീട് തന്നെയാണ് കാണിക്കുന്നത്. ശ്രുതി ഇങ്ങനെ നമ്മുടെ ആദിക്കുട്ടനെ ചോറ് ഉരുട്ടി ഇങ്ങനെ വായിൽ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദിക്ക് ആഹാരം ഊട്ടുകയാണ് നമ്മുടെ ശ്രുതി. അതേസമയം അമ്മ തൊട്ടടുത്തുണ്ട്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശ്രുതി അമ്മയോട് പറയുകയാണ്, അമ്മ കല്യാണത്തിനൊന്നും അമ്മ വരാൻ നിൽക്കരുത്, അമ്മ വന്നു കഴിഞ്ഞാൽ അതെൻ്റെ ജീവിതത്തെ ബാധിക്കും എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതി മീരയോട് പറയുകയാണ്, അമ്മയ്ക്ക് കല്യാണ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടൊന്ന് കാണിക്കാൻ പറയുകയാണ്. അങ്ങനെ സാരികളൊക്കെ എടുത്തുകൊണ്ടൊന്ന് കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അമ്മ സാരികളൊക്കെ ഓരോന്നായിട്ട് നോക്കിയിട്ട്, മോളെ നന്നായിട്ടുണ്ട്, നിനക്ക് നന്നായിട്ട് ചേരുന്ന കളർ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്ക് നല്ല സന്തോഷമാവുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഈ സാരിയൊക്കെ നല്ല വിലയായി കാണുമല്ലോ. അതേ അമ്മ, ഇതൊക്കെ വളരെ വില കൂടിയ സാരിയാണ് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ആ സമയത്തിന് അമ്മ ചോദിക്കുകയാണ്, ഇതിലേതാ മോളെ വിവാഹത്തിന് ഉടുക്കുന്ന പുടവ? അത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് അമ്മേ ഉള്ളത് എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് എന്നെ നമ്മുടെ മീരയോട് പറയണം, മീരേ ആദിക്കും അമ്മയ്ക്കും കൂടി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഡ്രസ്സ് കൂടി എടുത്തിട്ട് വാ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ മീര പോവുകയാണ്. മീര പോയിട്ട് രണ്ട് പാക്കറ്റിലായിട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഡ്രസ്സും കൊണ്ടുവരികയാണ്. എന്നിട്ട് അത് അമ്മയുടെ കൈ കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ അത് നോക്കാൻ നേരത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ്, അമ്മ അത് അമ്മ പോകുമ്പോൾ കൊണ്ടുപോകണം കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ പറയുകയാണ്, മോളെ അപ്പോൾ ഇതെടുത്തിട്ട് വേണോ നമ്മൾ കല്യാണത്തിന് വരാനായിട്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി പറയാണ്, ഡ്രസ്സ് തന്നെന്നും പറഞ്ഞിട്ട് ഇവിടെ ആരും കല്യാണത്തിനൊന്നും വരുമെന്നും വേണ്ട, ഇത് ഞാൻ എല്ലാവർക്കും വേണ്ടി എടുത്തപ്പോൾ നിങ്ങൾക്കും എടുക്കാൻ തോന്നി, അതുകൊണ്ട് എടുത്തുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഇതിട്ടിട്ട് വരാനൊന്നും നിൽക്കേണ്ട എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് നല്ല സങ്കടമാവുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, മോളെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും ക്ഷേത്രത്തിൽ വെച്ചിട്ടാണല്ലോ കല്യാണം നടക്കുന്നത്, ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരാം, അപ്പോൾ ക്ഷേത്രത്തിൽ പലരും വരുന്നതാണല്ലോ, അപ്പോൾ ആരും അറിയത്തില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയണം, അങ്ങനെയൊന്നും ഇപ്പോൾ നിങ്ങൾ നിൽക്കേണ്ട, നിങ്ങൾ ഉടനെ തന്നെ പോയാൽ മതി എന്നല്ല, നിങ്ങൾ ആരും കല്യാണത്തിന് വരാൻ നിൽക്കേണ്ട, നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോകണം എന്നിങ്ങനെ പറയുകയാണ്. ശ്രുതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, മോളെ എനിക്ക് നിൻ്റെ ചെറുക്കനെ കാണാൻ ആഗ്രഹമുണ്ട്, ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടോ കാണിക്കാൻ എന്നിങ്ങനെ പറയുമ്പോൾ മീര ഫോണിൽ കൊണ്ടുവന്ന് ശ്രുതിയുടെ ഫോട്ടോ കാണിക്കുകയാണ്. ഫോട്ടോ കാണുമ്പോൾ അമ്മയ്ക്ക് നല്ല ഇഷ്ടമാവുകയാണ്. അമ്മ പറയുകയാണ്, വളരെ സുന്ദരനാണല്ലോ മോളെ നിൻ്റെ ചെക്കൻ എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുകയാണ്. അങ്ങനെ ശ്രുതി പറയുകയാണ്, അമ്മ ഒരു കാര്യം ചെയ്യണം, എൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് ആദ്യം കൊണ്ട് ഈ പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ നടത്തി എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ശ്രുതി. അത് കേൾക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നല്ല വിഷമമാവുകയാണ്, നമ്മുടെ അമ്മയ്ക്ക് നല്ല സങ്കടമാവുകയാണ്. അതേസമയം പിന്നീട് കാണിക്കുന്നത് ചന്ദ്രാലയമാണ്. ചന്ദ്രാലയത്തിലാണെങ്കിൽ നമ്മുടെ രവീന്ദ്രനൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അച്ചമ്മയ്ക്ക് രവീന്ദ്രനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിവാഹ കാര്യങ്ങളും ഒക്കെയാണ് സംസാരിക്കുന്നത്, പിറ്റേന്ന് നടക്കുന്ന ആ ചടങ്ങുകളെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് അവരവിടെ ഇരിക്കുകയാണ്. അതേസമയത്ത് നമ്മുടെ സച്ചിൻ രേവതിയും റൂമിനകത്തുണ്ട്. രാവിലെയാണ് കാണിക്കുന്നത്, കാലത്തെയാണ്. അപ്പോൾ രേവതിയും സച്ചിയും മുറിയിലുണ്ട്. അപ്പോൾ സച്ചി പെട്ടെന്ന് ഒരുങ്ങി റെഡിയായിട്ട് ഇറങ്ങുമ്പോൾ രേവതി ചോദിക്കുകയാണ്, ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഇത്ര കാലത്തെ എന്ന് പറഞ്ഞിട്ട് ചായ കൊണ്ട് കൊടുക്കുകയാണ് സച്ചിയുടെ അടുത്ത്. അപ്പോൾ സച്ചിയാണ്, രേവതി ചായ കുടിക്കാനൊന്നും സമയമില്ല, അതൊക്കെ ഞാൻ വന്നിട്ട് കുടിക്കാം. എങ്ങോട്ടാണ് പോകുന്നത്? അതെ ഒരു ഓട്ടം വന്നിട്ടുണ്ട്, അതിനായിട്ട് പോവുകയാണ് എന്ന് പറയുന്നത്. അപ്പോൾ രേവതി പറയുകയാണ്, ഇതിപ്പോൾ ഇദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും പകരം വണ്ടി വിളിച്ച് അവർ പൊയ്ക്കോളും, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൂടെ, ഇന്ന് വരുന്നവരൊക്കെ നിങ്ങളെ തിരക്കുമ്പോൾ ഞാൻ എന്താ പറയുക എന്നിങ്ങനെ രേവതി ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, അത് ഞാൻ അത്യാവശ്യം ഒരു ഓട്ടം പോയെന്നോ എന്തെന്നെങ്കിലും നീ പറ, എന്തായാലും മറ്റുള്ളവർ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ എത്തും, 10:30-ക്കല്ലേ ചടങ്ങ്, 10 മണിക്ക് ഞാനിവിടെ എത്തിയാൽ പോരെ, അതിന് മുമ്പുള്ള ചടങ്ങുകളൊക്കെ ഈ പെണ്ണുങ്ങളൊക്കെ കൂടി ഇരുന്നിട്ടുള്ളതല്ലേ, അതിനിപ്പോൾ ഞാനില്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന് പറയുകയാണ്. അപ്പോൾ രേവതിക്ക് വിഷമാവുന്നത് കണ്ടിട്ട് സച്ചി പറയുകയാണ്, നീ സങ്കടപ്പെടാതെ രേവതി, എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല, നിനക്ക് തന്നെ അറിയാലോ, ഇപ്പോൾ വല്ലവൻ്റെ വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നത്, പിന്നെ എൻ്റെ വണ്ടി എന്തായാലും ഡ്യൂ മുടങ്ങിയെന്നും പറഞ്ഞ് അവിടെ പിടിച്ചെടുത്തില്ല, കാരണം അയാൾക്ക് എന്നെ പേടിയാണ്, പക്ഷേ എന്ന് കരുതി നമ്മുടെ കൈക്കരുത്തൊക്കെ കൊണ്ടിട്ട് അങ്ങനെ ഡ്യൂ മുടക്കുന്നത് ശരിയല്ല, വണ്ടിയിൽ മുടങ്ങിക്കിടക്കുന്ന ഡ്യൂ അടയ്ക്കണം,
പിന്നെ പലിശക്കാരന് പൈസ കൊടുക്കണം, കടങ്ങൾ ഒരുപാടുണ്ട് രേവതി. അപ്പോൾ ആ കടമൊക്കെ വീട്ടണം എന്നുണ്ടെങ്കിൽ ഈ വണ്ടി, ഈ കൂലിക്ക് ഓടുന്ന ഈ വണ്ടി കൊണ്ട് പോയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കിട്ടുന്നത്ര ഓട്ടങ്ങളൊക്കെ എനിക്ക് തട്ടിക്കളയാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ രേവതി പറയുകയാണ്, ആ ശരി എങ്കിൽ പോയിട്ട് സമയത്ത് എത്തണേ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ ഹാളിൽ എല്ലാവരും ഉണ്ട്. അച്ചമ്മയുണ്ട്, അച്ഛനുണ്ട്, ചന്ദ്രമതി മകനെ ഊട്ടിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും അവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നിട്ട് പറയാണ്, അച്ചമ്മേ ഞാൻ പോവുകയാണേ എന്നും പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അച്ചമ്മ ചോദിക്കണേ, നീ എവിടെയാടാ പോകുന്നത്? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിനക്ക് അറിയില്ലേ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ സച്ചി പറയണം, എൻ്റെ അച്ചമ്മേ ദിവസത്തിൻ്റെ പ്രത്യേകതകളൊക്കെ എനിക്കറിയാം. 10 മണിയാകുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്നേ, 10:30-ക്കല്ലേ ചടങ്ങ് എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചിയുടെ അച്ഛൻ പറയുകയാണ്, വേണ്ട ഇന്നത്തെ ദിവസം ഇനി എന്തൊക്കെ കടം നിനക്കുണ്ടെന്ന് പറഞ്ഞാലും നീ ഇവിടെ നിന്ന് പോവണ്ട. നിനക്ക് ഇന്ന് എത്ര രൂപയുടെ ആവശ്യമുണ്ട്, ഞാൻ തരാം പൈസ എന്നിങ്ങനെ പറയുകയാണ് രവീന്ദ്രൻ. അപ്പോൾ സച്ചി പറയണം, അച്ചമ്മേ ഈ അച്ഛനോട് പറ, ഞാൻ ഇന്ന് പൊയ്ക്കോട്ടെ, ഞാൻ പോയിട്ട് സമയത്ത് എത്തിയാൽ പോരെ? പറ്റില്ല, ഇന്ന് പോവാൻ പറ്റില്ല. അപ്പോൾ ഉടനെ രേവതി പറയണം, അച്ചമ്മേ ഇദ്ദേഹത്തിന് ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അദ്ദേഹം പോയിക്കോട്ടെ. അദ്ദേഹം 10 മണിയാകുമ്പോൾ വരുന്നല്ലേ പറഞ്ഞത്, പാവമല്ലേ അച്ചമ്മേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ അച്ചമ്മ പറയണം, രേവതി മോളിങ്ങനെ പറയുന്ന സ്ഥിതിക്ക് പിന്നെ ഞാൻ എന്ത് പറയാനാണ്? എടാ 10 മണിയാകുമ്പോൾ ഇവിടെ എത്തിക്കൊള്ളണം. എത്താ അച്ചമ്മേ എന്നിങ്ങനെ പറയുകയാണ്. യഥാർത്ഥത്തിൽ ചന്ദ്രമതി ഇങ്ങോട്ട്, അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ചന്ദ്രമതി പറയണം, ആ ടേപ്പ് ഇടിച്ച് മെത്തേ കിടത്തി അത് കിടക്കില്ല, അത് കുപ്പക്കുഴിയിൽ നിരങ്ങിയേ നടക്കൂ എന്നൊക്കെയുള്ള ഡയലോഗുകളൊക്കെ അടിച്ചിട്ട് ചന്ദ്രമതി മോൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി രേവതിയോട് പറയണം, രേവതി അമ്മക്കപ്പോൾ പിന്നീട് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി പോവുകയാണ്. രേവതിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ്. രേവതി നേരെ കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി പിന്നാലെ ചെന്നിട്ട് പറയുകയാണ്, എടീ നിനക്ക് വേറെ പുടവ തന്നെന്ന് കരുതിയിട്ടാ, മറ്റൊരു മുഹൂർത്തം നോക്കി നിനക്ക് വേറെ താലി കെട്ടിയെന്ന് കരുതിയിട്ടാ, നിന്നെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളൊന്നും ഒഴിഞ്ഞു പോവാനേ പോകുന്നില്ല. നീ ഒരു രാശി കെട്ടവളാണടി. നിൻ്റെ ഈ രാശികേട് നമുക്ക് എല്ലാവർക്കും ബാധിക്കും, നമ്മുടെ കുടുംബം നശിച്ചുകൊണ്ടേയിരിക്കും. രാശി കെട്ട ഒരുത്തിയാണ്ടി നീ എന്നൊക്കെയുള്ള ഡയലോഗുകളൊക്കെ അടിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അതേസമയത്ത് നമ്മുടെ അച്ചമ്മ രവീന്ദ്രനോട് പറയണം, മോനെ രേവതിക്ക് വാങ്ങിച്ച ആഭരണങ്ങളും വസ്ത്രങ്ങളൊക്കെ കാണട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ ഓരോന്നായിട്ട് എടുത്തോണ്ടൊന്ന് രവീന്ദ്രൻ കാണിക്കുകയാണ്. അച്ചമ്മ ഇങ്ങനെ മാല എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് നോക്കുകയാണ്. ഇങ്ങനെ നോക്കുന്ന സമയത്തിന് നമ്മുടെ ചന്ദ്രമതി അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ്. ചന്ദ്രമതി ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ്. കൂടെ സുധിയുണ്ട്. പതുങ്ങിയാണ് ഒളിച്ചിരുന്ന് എത്തി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതി പറയണം, എടാ സുധി നോക്കടാ, ആ ഇരണം കെട്ട പൂക്കാരിക്ക് കൊടുക്കുന്ന മാല 5 പവനെങ്കിലും കാണും. അത് ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോഴത്തേക്ക് പിന്നെ അടുത്തത് ജിമിക്കും കമ്മലും ഇങ്ങനെ എടുക്കുകയാണ്. നമ്മുടെ രവീന്ദ്രനടുത്ത് അമ്മേരെ കൊടുക്കുകയാണ്. അമ്മ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതി പറയണം, കമ്മലും കൂടി, താലി കോർക്കൽ ചടങ്ങിന് കമ്മലിന് എന്താ പ്രസക്തി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ സമയത്തിന് അടുത്തതായിട്ട് വളയെടുക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതിയുടെ കിളി പോയി. ചന്ദ്രമതി ഇങ്ങനെ ഇരുന്ന് എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുകയാണ്. അപ്പോൾ നമ്മുടെ സുധി പറയണേ, എന്തിനാ അമ്മ കരയുന്നത്? അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? അമ്മ അതിന് കരയുന്നത് എന്തിനാ എന്നൊക്കെ പറയണം. അപ്പോൾ സുധിയോട് നമ്മുടെ ചന്ദ്രമതി പറയണേ, എടാ മോനെ ഞാൻ എങ്ങനെയാണ് കരയാതിരിക്കുന്നത്? ഇതൊക്കെ കണ്ടാൽ ഞാൻ എങ്ങനെ കരയാതിരിക്കും? ആ പൂക്കാരിക്ക് ഇത് എത്ര പവൻ്റെ സാധനമായി കൊടുത്തത്, എത്ര പവൻ്റെ ഡ്രസ്സും സാധനങ്ങളുമായത്. അതേസമയം ആ തള്ളയുടെ കയ്യിൽ നിന്ന് 10ൻ്റെ പൈസ ഞാൻ വാങ്ങിക്കണമെങ്കിൽ ഞാൻ അവരെ അടുത്ത് വന്ന് ചെന്ന് മാട് കണക്കിന് പണിയെടുക്കണം. ഇത് വെറുതെ അകത്തിരുന്ന് തിന്നുകൊണ്ടിരിക്കുന്നോക്കാ ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി സങ്കടപ്പെടുകയാണ്. അങ്ങനെ വാങ്ങിച്ച ഡ്രസ്സും സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണ് നമ്മുടെ അച്ചമ്മ. എന്നിട്ട് നമ്മുടെ കുറച്ച് ക്യാഷ് എടുത്ത് നമ്മുടെ ശ്രീകാന്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, മോനെ നീ വരുമ്പോൾ ഫ്രൂട്ട്സും വീടൊക്കെ അലങ്കരിക്കാനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പം തന്നെ നീ പോയിട്ട് വാ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അടുക്കളയിലിരുന്ന രേവതിയെ ചെന്ന് കുത്തി നോവിച്ച് രസിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായവർ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോഴായിട്ടായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങളിൽ എത്തുക. അതുമാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് തരണം. നിങ്ങളുടെ ലൈക്കുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ലൈക്ക് തീർച്ചയായിട്ടും വേണം. ലൈക്ക് ഇല്ലെങ്കിൽ
ഡിസ്ലൈക്ക് ഇട്ടാലും കുഴപ്പമില്ല. കാരണം എൻ്റെ വീഡിയോ നല്ലതല്ലെന്ന് എന്തെങ്കിലും പോരായ്മകളുണ്ടാവും എങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. ഇതുവരെയുള്ള എൻ്റെ എല്ലാ റിവ്യൂസിനും കമൻറ്റ് ചെയ്യുന്ന എല്ലാ ചങ്കുകൾക്കും വളരെ നന്ദിയുണ്ട്. എല്ലാവരോടും വളരെ നന്ദിയുണ്ട്. ഇനി എന്താ, മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.